അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ അന്യസ്വയിലുള്ള എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വാലിഹേന്ന് വന്നിട്ടുള്ള ആളുകളാണ്. കുറച്ച് ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. മെഡിറ്റേഷനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. അല്ലേ? അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. മെഡിറ്റേഷൻ എന്താണ്, എന്തിനാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അതിൻ്റെ അന്യസ്വ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അന്യസ്വയിലുള്ള ആൾക്കാർ തന്നെ ഇടയ്ക്ക് വന്ന് ജോയിൻ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ പകുതിക്കൊന്ന് ജോയിൻ ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കും ഈ പറയുന്ന പോലെ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അതായത് എന്തിനാണ് മെഡിറ്റേഷൻ, എങ്ങനെയാണത് ഹീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സിന്, ആങ്സൈറ്റിക്ക്, പിന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോക്കസ് കൂട്ടാനായിട്ട്, അതേപോലെ മെമ്മറി പവർ കൂട്ടാനായിട്ട്. ഓക്കെ. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മെമ്മറി കൂട്ടാനായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഏതൊക്കെ തലങ്ങളുണ്ടോ ആ എല്ലാ തലങ്ങളിലോട്ടും നമ്മുടെ മനസ്സിൻ്റെ ചിന്തയെ, കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനായിട്ട് ഒക്കെ നമുക്ക് മനസ്സിൻ്റെ എല്ലാ തലത്തിലോട്ടും ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് എന്ത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ശരിക്കും മെഡിറ്റേഷൻ കൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് മിറാക്കിളായിരിക്കും. നമ്മൾ വിശക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഡോക്ടറെ പോയി കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ അതിനുള്ള മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഈ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മെഡിസിൻ്റെ കടലാസും വാങ്ങിച്ച് അല്ലെങ്കിൽ മെഡിസിനും വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാറില്ല അല്ലേ? നമ്മൾ എന്താ ചെയ്യുക, ആ മെഡിസിൻ കഴിക്കും. എന്നിട്ടത് വേഗം സോൾവ് ആക്കാൻ നോക്കും. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ തന്നെ നമ്മുടെ രോഗങ്ങൾ ഷിഫായിട്ട് പോകും. ചിലപ്പോൾ നമ്മൾ ഈ മെഡിസിൻ എടുത്താൽ മാത്രമേ നമുക്ക് ഷിഫ കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ മനസ്സും ഈ ശരീരം പോലെ തന്നെ കുറേ മാലിന്യങ്ങൾ കൊണ്ട് അടഞ്ഞടഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ കുഞ്ഞിലെ എന്താ പറയുക, വല്ലവരും, അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മുടെ പാരൻസിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക. നമ്മൾ പറയില്ലേ, ഷുഗർ പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്, കൊളസ്ട്രോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്, മൈഗ്രെയിൻ പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ രോഗങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും കുറേ വൈകൃതങ്ങളും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പറയില്ലേ, അവളുടെ ഉപ്പാടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അവളുടെ വല്യപ്പാടെ സ്വഭാവമാണ്, അവൻ്റെ ഉപ്പപ്പാടെ സ്വഭാവമാണ് കാണിക്കുന്നത്, അങ്ങനെ പറയും അല്ലേ? ചിലവർ തറവാട്ട് പേരെടുത്ത് പറയും. അതായത് നീ ആഞ്ഞിലക്കരവാരുടെ സ്വഭാവം ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട, അങ്ങനെ തറവാട്ട് പേരെടുത്ത് പറയും. കാരണം ആ തറവാട്ടിലുള്ള ഏകദേശം എല്ലാവർക്കും ഈ പറയുന്നൊരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞാൽ ജീന് വഴി കിട്ടുന്നതാണ്. അപ്പോൾ ജനറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതേപോലെ നമ്മളുടെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഉണ്ടായിട്ടുള്ള മൂഡ് സ്വിങ്സ് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന, അതായത് ചെറുതിലെ ചിലവരൊക്കെ നമ്മുടെ ഉമ്മമാരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ കൊണ്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ അവരുടെ ഗർഭപാത്രത്തിൽ കടന്നതുകൊണ്ട് തന്നെ നമ്മളൊരുപാട് നമ്മുടെ ഉമ്മമാരും അനുഭവിച്ച ആ പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ ഗർഭാവസ്ഥ കടന്നു വന്നത് അല്ലേ? നമ്മൾ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മളിതൊക്കെ ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മളും ഇങ്ങോട്ട് കടന്നു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മളിപ്പോഴും അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മൾ പോലും മറന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പുറത്തേക്ക് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ട്രോമകളായിട്ട് കിടക്കുന്നുണ്ടാവും. നമുക്ക് ഇരുട്ടിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റൂമിനകത്ത് ഒറ്റയ്ക്കാവുമ്പോൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു പേടി. ചിലർക്ക് അപാരമായ വെള്ളം കാണുമ്പോൾ ചിലർക്കൊരു പേടി തോന്നും. ഇതൊക്കെ നമ്മൾക്ക് കുഞ്ഞുനാളിലെ കിട്ടിയ ട്രോമയുടെ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് കിട്ടിയ ട്രോമയുടെ ആയിരിക്കും. അങ്ങനെ എന്തിൻ്റെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പേടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രോമ എങ്ങനെയാണ് ഈ ഒരു ട്രോമയെ നമ്മൾ ഓവർകം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെയാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡ് നമ്മൾ റീപ്രോഗ്രാം ചെയ്യാണ്. ഇത് എന്തുവാ ഇപ്പം ഇത് ഇങ്ങനെ കാണിക്കുന്നത്? ഒരു മിനിറ്റ്.
ഓക്കെ. മൈൻഡ് റീപ്രോഗ്രാമിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്നുമണി ഇത്രയും കുഞ്ഞു കുട്ടിക്കാരതിലകത്ത് കയറിയിരിക്കുന്ന ഏത് വലിയവരുടെ ക്ലാസ് ആണ് വാവേ? ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പറയുന്ന റബ്ബത്തുൽ ബൈത്ത് എന്ന് പറയുന്ന ക്ലാസ്സിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സെഷനും കൂടെയാണ്. അപ്പോൾ ശരിക്കും മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടതും ഫോക്കസ് ചെയ്യേണ്ടത് പല തരത്തിലാണ്. നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ നമ്മുടെ മെഡിറ്റേഷനൊക്കെ വർക്ക് ആവുക. അപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി എപ്പോഴും അത് ഒരാളുടെ അസിസ്റ്റൻസോട് കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ മെഡിറ്റേഷനെ കുറിച്ച് പഠിച്ചു, എങ്ങനെയൊക്കെയോ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാളുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരാളുടെ സൂപ്പർവിഷനിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ്. കാരണം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് നമ്മുടെ മൈൻഡിനെ നെഗറ്റീവ്ലി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കിട്ടില്ല. അതിൻ്റെ പേരിൽ നമുക്ക് നെഗറ്റീവായിട്ട് മാത്രമാണ് കുറേ കാര്യങ്ങൾ സംഭവിച്ചു പോകുള്ളൂ. പക്ഷെ പകരം അതിനെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് ചിന്ത കൊണ്ടുവന്നിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ അത് എപ്പോഴും ഒരു ഗൈഡിൻ്റെ അല്ലെങ്കിൽ ഒരു മെൻറ്ററുടെ സൂപ്പർവിഷൻ്റെ അണ്ടറിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ചുമ്മാ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ എപ്പോഴും ഒരു മുദ്ര നമ്മൾ കീപ്പ് ചെയ്യാന്ന് പറയും. മുദ്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിംഗർ ടിപ്പ് കണക്ട് ചെയ്തിട്ടുള്ള മുദ്ര. അതുപോലെ കുറേ മുദ്രകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്ന സെഷൻസിലൊക്കെ നമ്മൾ അങ്ങനത്തെ മുദ്രകൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ മുദ്ര കീപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും ഇത് അന്യമതസ്ഥരുടെ രീതിയാണ് അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങളുടെ രീതിയാണ്. വേറെ കുറേ മുദ്രകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ള മുദ്രകളാണ്. അപ്പോൾ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ വിചാരിക്കും ഇത് ഇവരുടെ മതത്തിൻ്റെ രീതിയിലാണല്ലോ ഇവരുടെ മുദ്ര, അങ്ങനെ വിചാരിക്കും. ആക്ച്വലി മുദ്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ കണക്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നരമ്പുകൾ, നമ്മുടെ കയ്യിൻ്റെ തുമ്പിലുള്ള നരമ്പുകളിനെ നമ്മൾ ടച്ച് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുദ്രകൾ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നത്. അല്ലാണ്ട് അതും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിലോട്ടാണ്, അതായത് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ ഹൃദയം ശുദ്ധിയാക്കി വെക്കാനാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ കാര്യം അല്ലേ. അപ്പോൾ നമ്മുടെ ഹൃദയമാണ് നമ്മൾ ശുദ്ധിയാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക, നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കി കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നത്, നമ്മുടെ കുടുംബം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടന്നു പോകുന്നത്. നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കണം, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് ആ ഫുഡ് കിട്ടുന്നത്. നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കണം, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയത്തെ നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കുമ്പോഴാണ്. അൽഹംദുലില്ലാഹ് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹൃദയം കോൺസെൻട്രേറ്റ് ചെയ്ത് ശുദ്ധിയാക്കി വെക്കാനും കൂടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഈച്ച് ആൻഡ് എവറി ബോഡി പാർട്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. നമ്മുടെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സിലോട്ടും നമ്മളുടെ ശ്രദ്ധ കൊടുക്കാറുണ്ട് അല്ലേ. നമ്മൾ കാലിലോട്ട് ശ്രദ്ധ കൊടുക്കണം, തലയിലോട്ട്, തല വരെ, അതായത് കാലിൻ്റെ അടി മുതൽ തല വരെ നമ്മൾ ഓരോ പാർട്സിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുറേ നെഗറ്റീവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ചിന്ത തന്നെ ഒരു എനർജിയാണെന്ന് പറയുക. ഈ നെഗറ്റീവ് എനർജിയിൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കുറേ രോഗങ്ങളുണ്ട്. അതായത് ചിലവർക്ക് എപ്പോഴും മേലുവേദന ആയിരിക്കും, ചിലർക്ക് എപ്പോഴും തലവേദന ആയിരിക്കും, ഒന്ന് ഹോസ്പിറ്റലിൽ പോയൊരു കുഴപ്പമുണ്ടാവില്ല. ചിലവർ എപ്പോഴും കടന്നുകൊണ്ടിരിക്കും, ഞാൻ എപ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടാണ്, എനിക്ക് ഒരു പണിയും ചെയ്യാൻ വയ്യ, എനിക്ക് എപ്പോഴും ടെൻഷനാണ്, എനിക്ക് തല അങ്ങോട്ട് പൊന്താത്ത ക്ഷീണമാണെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഏത് നേരം അസുഖമാണ് എന്ന് പറയുന്ന ആളുകളുടെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് പരിശോധിച്ചാലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ട്രോമകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ടാവും. ഈ സങ്കടങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഈ പറയുന്ന നമ്മുടെ മൈൻഡിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങോട്ടേക്ക് ഒരു പോസിറ്റീവ് എനർജിയും ഉള്ളിലോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു കാറ്റ് പോലും ഉള്ളിൽ തട്ടി ഒന്ന് തണുപ്പിക്കരുത് എന്നുള്ള വാശി കൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ച പോലെ അത്രയും
സങ്കടങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം നമുക്കുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖങ്ങൾ വരിക. കാരണം നല്ലതൊന്നും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റൂല. അത് ആര് പറഞ്ഞു തന്നാലും കയറ്റൂല. എത്ര പഠിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് എങ്ങനെ അഡ്വൈസ് ചെയ്താലും നല്ലതൊന്നും കയറ്റൂല എന്ന് പറയുന്ന ആൾക്കാർ. അതിൻ്റെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും പറയുന്ന പോലെ ദുആ ചെയ്യുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. ഈ പറയുന്ന കാര്യം അത് തന്നെ ഒരു മെഡിറ്റേഷനാണ്. ദുആ ചെയ്യുന്നു അല്ലെങ്കിൽ നിസ്കരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മെഡിറ്റേഷനാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഈ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ബാക്കി നോമ്പ് നോൽക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വെറും കടമ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കത് ആസ്വദിച്ച്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വന്തത്തിലോട്ട് നോക്കുക, നമ്മളുടെ ക്രിയേറ്ററിലോട്ട് നോക്കുക, അള്ളാഹുവിലോട്ട് നോക്കുക, നമ്മളിലോട്ട് നോക്കുക, അതിൻ്റെ ഒരു പൂർണ്ണമായ പരമമായ അവസ്ഥയിൽ അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അതെന്താ ഒരു പ്രോസസ്സാണ്. നമ്മൾ ചോറും കൂട്ടാനും വെക്കുന്നുണ്ട്, ചായ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ചായ വെക്കുന്നുണ്ട്, എന്തോ ഒരു ഹാലിൽ വെക്കുന്നുണ്ട്, വെള്ളം തിളച്ചാൽ പൊടി ഇടണമെന്നറിയാം, മറ്റേ പഞ്ചസാര ഇടണമെന്നറിയാം. ആ ഒരു മൈൻഡിലാണ് നമ്മുടെ നിസ്കാരം. കൈ കെട്ടുമ്പോൾ ഇത് ചെല്ലണം, അതുപോലെ റുക്കോവ് പോകുമ്പോൾ ഇത് ചെല്ലണം, ബാക്കി സുജൂദ് പോകുമ്പോൾ ഇത് ചെല്ലണം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയം കൊണ്ട് നമസ്കരിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ ഹൃദയം ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ല. നമ്മുടെ ഹൃദയം തുറന്ന് വെച്ച് അള്ളാഹുവിലോട്ടുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പരമമായിട്ടുള്ള ഒരു ഫുൾ കോൺസെൻട്രേഷൻ ലെവലിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല. നമ്മൾ പറയും തക്കവ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, നമുക്ക് ചിലപ്പോഴൊക്കെ തക്കവ ഉണ്ടാവും. നമ്മൾ റബ്ബിലോട്ട് അടുക്കണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലും പടച്ചോൻ വിലക്കിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. നിസ്കരിക്കുകയാണെങ്കിലും കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. വേണമെങ്കിൽ അരമണിക്കൂർ വേണമെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ തയ്യാറാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ അരമണിക്കൂർ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ നമസ്കാരം സ്പീഡായി പോവും, നമുക്ക് വേണ്ട പോലെ ചെല്ലാൻ പറ്റാണ്ട് വരും, നമ്മൾ വിചാരിക്കുന്ന പോലെ ആസ്വദിക്കാൻ പറ്റൂല, പിന്നെയും നിരാശ നമ്മളെ വന്ന് മൂടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ പറ്റും. പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് അഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇന്നത്തെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ കൊടുത്തിട്ടുള്ള മെഡിറ്റേഷൻ ആയിരുന്നു. നമ്മൾ മെഡിറ്റേഷൻ്റെ ടൈമിൽ പറഞ്ഞാൽ നമ്മൾ കുറേ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ആവാനുണ്ട്. ഈ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൊടുക്കുന്ന അഫർമേഷൻസ് ഉണ്ടല്ലോ, അതാണ് നാളെ നമ്മൾ അള്ളാഹുവിലോട്ട് ചോദിക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ട കാര്യം നമ്മൾ ദുആ ചെയ്ത് പടച്ചവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അള്ളാഹ് നമുക്ക് തരും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ എന്ത് ദുആ ചെയ്യുന്നുണ്ടെങ്കിലും അത് റബ്ബ് തരും. അത് റബ്ബ് നമുക്ക് തന്നാൽ എത്ര സന്തോഷം ഉണ്ടാവുമോ അത്രയും സന്തോഷത്തോടെ വേണം നമ്മൾ എന്ത് ദുആ ചെയ്യുകയാണെങ്കിലും ചെയ്യാനായിട്ട്. അത് എനിക്ക് പടച്ചോൻ കിട്ടി, പടച്ചോൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും അത് നമ്മൾ അറിയില്ലേ, നമ്മൾ ഫ്ലിപ്കാർട്ടിലൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് പൈസയും കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ എത്തിയാൽ മാത്രം മതി. ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് പൈസ കൊടുത്ത് വെക്കുമ്പോൾ മുതൽക്ക് നമുക്കത് കിട്ടി എന്നുള്ളൊരു ഫീലാണല്ലോ. നമ്മുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യൊന്നുമില്ല. അതിൻ്റെ കയ്യിൽ കിട്ടിയ പോലെയാണ് എനിക്കത്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അതേ ഒരു സന്തോഷം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് പലതവണ വിഷ്വലൈസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു പെരുന്നാൾക്ക് ഒരു ഡ്രസ്സ് എടുത്ത് അലമാരയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് നമ്മളിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പലതവണ വിഷ്വലൈസ് ചെയ്ത് നോക്കും. എന്നിട്ട് അവസാനമാണ് നമ്മൾ ആ ഡ്രസ്സ് ഇടാൻ പോകുന്നത്. അതേപോലെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ അഫർമേഷനിലൂടെ നമ്മൾ കടന്നു പോവുക. അപ്പോൾ ഈ മെഡിറ്റേഷൻ കൊണ്ടുള്ള വേറൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ പോലും അറിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ കാര്യങ്ങൾ നടത്തി തരും എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം നമ്മൾ റബ്ബിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ പുറത്ത് ബോധമനസ്സ് കൊണ്ട് നമുക്ക് പറ്റാത്തൊരു കാര്യം നമ്മുടെ ഉപബോധ മനസ്സുകൊണ്ട് നമ്മൾ നേടിയെടുക്കുക. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബോധമനസ്സെന്ന് പറയുന്നത് മെസ്സിയാണ്, ഒരുപാട് കാര്യങ്ങളുമായിട്ട് തിരക്കിലാണ്. പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നതാണ് നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റില്ലാത്ത പവറുള്ള, എന്താ പറയുക, പടച്ചവൻ അത്രയേറെ പവർ നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് നേരെ ചൊവ്വേ യൂസാക്കില്ല. അപ്പം അങ്ങനെയുള്ള ഈ ഉപഭോഗ മനസ്സിനെ നമ്മൾ എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തേണ്ടത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തേണ്ടത് ആ ഒരു രീതിയിൽ അതിലുള്ള എല്ലാ വൂൺസിനെയും ക്ലീൻ ചെയ്ത് എല്ലാ വൂൺസിനെയും ഹീൽ ചെയ്ത് നമ്മൾ എല്ലാ നെഗറ്റീവ് എനർജീനെയും പുറന്തള്ളി പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് മാറും, നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടും. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ എന്നും ക്ഷീണമാണ്, മടിയാണ്, എനിക്കത് അത് പറ്റില്ല എന്ന് പറയുന്നത് സ്ലോലി മെച്ചപ്പെട്ട് വരും. നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് അഡ്മിറ്റ് ആവുന്ന കേസുകളിൽ നിന്ന് പോലും നമുക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ച് വന്നാൽ മതി, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സിറ്റുവേഷൻ മാറി വരും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ചുറ്റുകൂടുള്ള ആളുകൾ നമ്മുടെ പോസിറ്റീവ്സ് കാണാൻ തുടങ്ങുന്ന, അന്ന് വരെ നമ്മുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകൾ
കാരണം നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്നതും നമ്മുടെ മനസ്സ് പുറപ്പെടുവിക്കുന്നതും നമ്മുടെ പോസിറ്റീവ്സ് മാത്രമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ പറ്റി, അവർക്ക് എന്തോ പറ്റിയെന്ന്. പക്ഷേ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മളിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അവരെല്ലാവരും നമ്മുടെ അടുത്ത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഇതുകൊണ്ട് കിട്ടുന്ന വേറൊരു പ്ലസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ സ്വയം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളുടെ കുറേ കാര്യങ്ങൾ എവിടേക്കാണ്, നമുക്ക് എന്തൊക്കെയാണ് പ്രയാസങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് അറിയാത്തതായിട്ടുള്ള പ്രശ്നങ്ങളും അള്ളാഹ് നമുക്ക് മാറ്റി തരുന്നുണ്ട് എന്നുള്ളൊരു പൂർണ്ണമായ ബോധം അല്ലെങ്കിൽ പൂർണ്ണമായ വിശ്വാസത്തിലോട്ട് എത്താൻ നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പടച്ചോൻ ശരിയാക്കും, പടച്ചോൻ ശരിയാക്കും, പടച്ചോനെല്ലാം റെഡിയാക്കി തരും, ഇങ്ങനെ നമ്മുടെ അടുത്ത് നമ്മൾ പലതവണ പറയുന്ന ആൾക്കാരാണല്ലേ. പക്ഷേ ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനോട് പറയുമ്പോൾ തന്നെ അങ്ങോട്ട് കൊടുക്കണേൻ്റെ മുന്നേ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതിനെ തള്ളിക്കളയും. പിന്നെ എവിടെ ശരിയാക്കാനാണ്, എന്നും തന്നെയാണ് അവസ്ഥ. അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ മൈൻഡ് നമ്മളോട് തന്നെ പറയും. പക്ഷേ ഇതേ സാധനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതൊരിക്കലും റിജക്റ്റ് ആയിട്ട് പോകില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ അതവിടെ കിടക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ നാവുകൊണ്ട് നമ്മൾ പറയും ഇതിപ്പോൾ എവിടെ ശരിയാവാനാന്നുള്ളത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്ത് പറയും, അള്ളാഹ് ശരിയാക്കി തരും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ശരിക്കും മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ടൂളാണ് നമ്മളുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുമ്പോൾ പലർക്കും അറിയില്ല, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയുന്നു എന്നല്ലാതെ ആക്ച്വലി ഇത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൂവൺ സയൻസാണ്. അതായത് ഡോക്ടേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ഒരുപാട് റിസർച്ച് ചെയ്ത് പരീക്ഷണങ്ങൾ കൊണ്ട് വിജയിച്ചിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള സയൻസാണ് നമ്മളീ പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രെസ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എക്സാം ഉണ്ട്. ഈ പരീക്ഷാ ഹാളിൽ പോയി ആ എക്സാം എഴുതുന്നത് വരെയുള്ള ടെൻഷൻ ഉണ്ടാവും, കയ്യും കാലും വിറയ്ക്കൽ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. എക്സാം എഴുതി പുറത്ത് വന്നാൽ ഓക്കെ, ഓക്കെയാണ്. ഇതന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഈ ഗസ്റ്റ് വന്ന് പോകുന്നത് വരെ നമുക്കൊരു നിൽക്കക്കളി ഉണ്ടാവില്ല. അവർ വരുന്നു ടെൻഷൻ തന്നെ ആയിരിക്കും. പക്ഷെ ആ ഗസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. അതുതന്നെ നമുക്കൊരു ബിസിനസ് മീറ്റ് കമ്മിറ്റ് ചെയ്യാനുണ്ട്. ആ മീറ്റ് നമ്മൾ അവിടെ പോയി ആ ക്ലാസ് എടുത്ത് വരുന്ന വരെ നമുക്ക് ടെൻഷനാണ്. അത് പോയി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഓക്കെ. പക്ഷെ നമുക്ക് പടച്ചോൻ തന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുക, വലിയൊരു ഗിഫ്റ്റാണ് നമ്മളുടെ. ഒരു മിനിറ്റ്, ഷൈമ കമൻറ്റ് കണ്ടില്ലല്ലോ മോളെ, എന്തോ ഒരു സംഭവം അയച്ചിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. വോയിസ് ചെയ്യോ? ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, ഇടയ്ക്ക് കുഴപ്പമില്ല. ഹാൻഡ് റൈസ് ചെയ്തിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മൾ റിയലൈസ് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് റബ്ബ് തന്നിട്ടുള്ള വളരെ വലിയൊരു അനുഗ്രഹമാണ് പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു ഗ്രാഫ് പോലെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് നമ്മൾ ടെൻഷൻ അടിക്കണോ, അത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവണം. പിന്നെ വീണ്ടും നമ്മൾ ടെൻഷൻ അടിക്കണോ, അത് കഴിഞ്ഞ് ഓക്കെ ആവണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ ഗ്രാജുവലി, അതായത് ഇപ്പം നമ്മളൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിന് പോയി ഒരു എന്താ പറയുക, ആ ടെസ്റ്റ് ചെയ്ത് പാസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ആയി. അടുത്ത തവണ നമുക്ക് ഇതിനേക്കാളും വലിയൊരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചതിനേക്കാൾ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാറ്റഗറി വരാനുണ്ട്. കാരണം ഇത് തുടർച്ചയായി ചെയ്തു വരുമ്പോൾ അതുമായിട്ട് നമുക്ക് ഒരേ ടെസ്റ്റ് ഒരേപോലെ എഴുതുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് കുറഞ്ഞു വരും. പക്ഷെ അതുപോലത്തെ സിറ്റുവേഷൻസ് മാറി വരുമ്പോൾ എന്താവും, ടെൻഷൻ അടിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം കളഞ്ഞു പോകും. അത് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള വാതിലുകളെല്ലാം നമ്മൾ കൊട്ടി അടയ്ക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന പോസിറ്റീവ് എനർജി ഒന്നും നമ്മുടെ ഉള്ളിലോട്ട് എത്തില്ല. അങ്ങനെ എത്താതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നതും ഈവൻ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വരുന്നത് പോലും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഒന്നിനെ അട്രാക്ട് ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പടച്ചോനടുത്ത് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു ആത്മാർത്ഥതയില്ല. നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും ആത്മാർത്ഥതയോടെ ചോദിച്ചാലല്ലേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വെറുതെ നമ്മളിങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ നമ്മൾ പറയണേക്കുള്ള ചായ വേണം കേട്ടോ, നമ്മളിങ്ങനെ പതിയെ പറഞ്ഞു, ഇതാരും കേട്ടില്ല. ആരും നമ്മൾ ചോദിച്ചത് നമ്മൾ ചോദിച്ചു എന്നാൽ അതാരെങ്കിലും കേട്ടോ? ആരും കേട്ടിട്ടില്ല. ആരെങ്കിലും കേൾക്കുമെന്ന് കരുതിയിട്ടോ, എനിക്കൊരാൾ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരുമെന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ അത് ചായ ഇട്ട് തരാൻ പ്രാപ്തിയുള്ള ഒരാൾ കേൾക്കുകയോ ഞാൻ പറഞ്ഞാലാണ് ആ സാധനം എനിക്ക് കിട്ടുള്ളൂ. നമ്മൾ വെറുതെ ഞാൻ പറയുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുതൽക്ക് എല്ലാം അങ്ങനെയാണ്.
നമ്മുടെ ഉള്ളു വേദനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ചുറ്റോടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ വളരെ സ്നേഹിച്ചിട്ടുള്ള ഒരാളായിരിക്കും നമ്മളെ ചതിച്ചിട്ട് പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കണം, നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ നിൽക്കണം, ഞാൻ പറയുന്ന എല്ലാം കേൾക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കും നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, വൂണ്ട് ഈസ് നോട്ട് അവർ റെസ്പോൺസിബിലിറ്റി. മുറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തേ അല്ല. ബട്ട് ഹീലിംഗ് ഈസ്, അതായത് ആ മുറിവിനെ മാറ്റുക അല്ലെങ്കിൽ ആ മുറിവിനെ സുഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മളൊന്ന് വീണു, നമ്മുടെ ശരീരത്തിൽ മുറിവായി, അല്ലെങ്കിൽ ആരെങ്കിലും അതിലോ ഇതിലോ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാണ്, ഡ്രൈവർ കൊണ്ടിട്ട് ആക്സിഡൻ്റ് ആക്കി, നമ്മുടെ മേത്ത് മുറിവുണ്ടായി, ഈ ഡ്രൈവർ വന്നിട്ട് നമ്മളെ ചികിത്സിച്ച് മാറ്റി തരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തുക്കോ? ഇല്ല അല്ലേ? അത് ആ മുറിവ് ഹീൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. എൻ്റെ ശരീരമാണ്, ഞാൻ നന്നായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണം അതിനനുസരിച്ചിട്ട് എഫേർട്ട് എടുത്ത് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യം. ഏതൊരാൾക്കും വഴിയിൽ കൂടെ പോകണ ആർക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഹേർട്ട് ചെയ്തിട്ട് പോവാം. പക്ഷെ നമ്മൾ വേണം അതിനെ ഹീൽ ചെയ്യാനായിട്ട്. ഇതിനെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അത് പിന്നീട് പലതരം അസുഖങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ, നമ്മൾ പറയും നമ്മുടെ പ്രായമുള്ള ആൾക്കാർ, ചിലർ പറയും 60 വയസ്സിൽ അവൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, 60 വയസ്സിൽ അവൾ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും പറ്റുന്നില്ല. നമ്മുടെ പ്രായമുള്ള ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു. ഞാൻ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റാത്ത, എനിക്ക് മാത്രമേ പടച്ചവനിലോട്ട് എടുക്കാൻ പറ്റാത്ത, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എന്നെ എൻ്റെ ഹസ്ബൻഡ് വേദനിപ്പിച്ചു, പകരം ആ വേദന മാറ്റിത്തരാൻ വേണ്ടി ഞാൻ എൻ്റെ 4 ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചു. എൻ്റെ ഈ 4 ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഫ്രണ്ട്സിനോടൊക്കെ കഥ പറഞ്ഞു. ഇവരിത് കേട്ടത് പകുതി, കേൾക്കാത്തത് പകുതി. ഞാൻ ആഗ്രഹിച്ച ഒരു റെസ്പോൺസേ അല്ല എനിക്ക് തന്നത്. പകുതി കേട്ടു പകുതി ഇതാക്കി എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോയി. അപ്പം എനിക്കാണ് സങ്കടം. ഞാൻ പറയണ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ നോക്കാൻ എന്നെ കേൾക്കാൻ ആരുമില്ല, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പകരം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അള്ളാൻ്റെ സൃഷ്ടിയാണ് ഞാൻ. ഞാൻ എങ്ങനെയാണ് ഒട്ടും വൃത്തിയല്ലാതെ പോവുക? ഈ ലോകം തന്നെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററുടെ എന്താ പറയുക ക്രിയേഷനാണ് ഞാൻ. അപ്പം ഞാൻ പറയുകയാണ് എന്നെ ഒന്നിനും കൊള്ളൂലെന്ന്. അപ്പം അള്ളാൻ്റെ സൃഷ്ടി ഒന്നിനും കൊള്ളൂല എന്നല്ലേ നമ്മൾ പറയുന്നത്? നമ്മളെങ്ങനെ അത്രമാത്രം അഹങ്കാരികളായി പോവുക, നമ്മളിങ്ങനെ അത്രമാത്രം ധിക്കാരികളായി പോവുക. അപ്പം നമ്മൾ വേണം നമ്മളെ സ്നേഹിക്കാൻ. കാരണം ഈ ലോകം തന്നെ ക്രിയേറ്റ് ചെയ്ത അള്ളാൻ്റെ ഒരു ക്രിയേഷനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് നമ്മളായിരിക്കണം. ഞാൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാൻ സ്നേഹിക്കണം. അതായത് ഞാൻ എന്നുള്ള ഒരു വസ്തുവിനെ ഞാൻ സ്നേഹിച്ച് തുടങ്ങുകയാണ്. ഈ പ്രപഞ്ചം മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിയേറ്ററായിട്ടുള്ള നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഒരു ക്രിയേഷൻ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടാണ് ഞാൻ. അപ്പോൾ ആ ഒരു വസ്തുവിനെ ഞാൻ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മളെ സ്നേഹിച്ച് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പടച്ചവനെ ഏൽപ്പിച്ച് തന്നിട്ടുള്ള വലിയൊരു അമാനത്താണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരം ആയിക്കോട്ടെ നമ്മുടെ മനസ്സായിക്കോട്ടെ പ്യുവറായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ മൈൻഡ്ഫുൾനെസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് മാറി നിന്നിട്ട് മൈൻഡ് റീഡ് ചെയ്യുക എന്നുള്ളത്. മാറി നിന്ന് മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്, ആ ഒരു കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളോട് ജെൻറ്റിലായിട്ടിരിക്കുക. ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് നമ്മളാണ് നമ്മളോട്. വരുന്നവർക്കും പോണവർക്കും ഒക്കെ വന്നിട്ട് എന്നെ അങ്ങോട്ട് ഉപദ്രവിച്ചിട്ട് പോയിക്കോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. നമ്മൾ വേണം എന്താ പറയുക നമ്മളോട് കരുണ കാണിക്കാൻ. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കഴിവതും അള്ളാഹുവിലോട്ട് അടുക്കാൻ പറ്റണം. അള്ളാഹുവിലോട്ട് അടുക്കുമ്പോൾ തന്നെ അതൊരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അള്ളാഹുവിലോട്ട് അടുക്കുന്ന അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷനാണെന്ന് പറയുന്നതിന് കൂടെ തന്നെ അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഇത് ചെയ്യുന്നത് നമ്മളുടെ കുഞ്ഞിലേ മുതലേ ഒരു പ്രോഗ്രാമിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 വക്ത് നിസ്കരിക്കണം, എന്താ പറയുക നോമ്പ്, റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കണം, ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഉള്ളിൽ. നമ്മളിതൊരിക്കലും ആസ്വദിച്ച് ചെയ്യില്ല. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന എന്തോ ഒരു കടം, ആ കടം നമ്മളങ്ങോട്ട് വീട്ടുകയാണ്. പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ ഒരു വക്ത് നമ്മൾ നിസ്കരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേണം? നമ്മൾ കൈ കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഒരു കറുത്തിരിക്കുന്ന ഒരു പുക കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ മൂടിയിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മൾ റുക്കോയിലേക്ക് പോകുമ്പോൾ ആ ഒരു കറുത്ത പുക നമ്മുടെ നമ്മുടെ അരഭാഗം വരക്കുള്ള ഭാഗം വിട്ടു, അത്രയും ഭാഗം തെളിഞ്ഞു. ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം ആ ഒരു കറുത്ത പുക, അത്രയും നെഗറ്റീവ് എനർജി അവിടെ മൂടി നിൽക്കുകയാണ്. നമ്മുടെ ചെയ്ത പാപങ്ങളും തെറ്റുകളെല്ലാം ആ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് അവിടെ മൂടി നിൽക്കുകയാണെന്ന് കരുതണം. അതിൻ്റെ നമ്മൾ സുജൂദിലോട്ട് പോകുമ്പോൾ ആ പുക കംപ്ലീറ്റ് ഭൂമി വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ പുക മൊത്തം നമ്മുടെ അടുത്ത്, ആ നെഗറ്റീവ് മൊത്തം വാങ്ങിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു.
നമ്മൾ അത്രയും റിലീസായി, നമ്മുടെ മൈൻഡ് ഫ്രീ ആയി എന്നുള്ള രീതിയിൽ വേണം ഓരോ വക്തും നമ്മൾ നിസ്കരിക്കാനായിട്ട്. അത്രയും നമ്മൾ നിസ്കരിച്ച് കംപ്ലീറ്റ്ലി നിസ്കാരം കഴിഞ്ഞ് നമ്മളൊരു അൽഹംദുലില്ലാ പറയുമ്പോൾ കിട്ടുന്ന മെഡിറ്റേഷൻ്റെ പവർ എന്ന് പറയുന്നത് റിയലി അമേസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു രീതിയിൽ ആദ്യം തന്നെ സ്വന്തത്തോടുള്ള ഒരു കരുണ കാണിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരോട് ഈ പറയുന്ന കരുണയൊക്കെ കാണിക്കാൻ പറ്റൂ. നമ്മുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മുടെ വീട്ടിലൊരു പെറ്റുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എത്രമാത്രം കരുണ കാണിക്കുന്നുണ്ടോ അതിലേറെ നിങ്ങൾ കരുണ കാണിക്കേണ്ടുന്ന ഒന്നതാണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സും. അതിനുവേണ്ടി വ്യായാമം ചെയ്യാം, നേച്ചർ വാക്ക് ചെയ്യാം. നേച്ചർ വാക്ക് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ഏതെങ്കിലുമൊക്കെ പാടത്തിൻ്റെ വരുമ്പോൾ കൂടെയൊക്കെ നമുക്ക് കുറച്ച് നേരം നടക്കാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എമോഷൻസ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിലോട്ട് ഇങ്ങനെ എഴുതി പോവുക. അപ്പോൾ തോന്നുന്നത് എന്താണോ അതെങ്ങനെ പേപ്പറിലോട്ട് എഴുതി പോവുക. അത് ആ പേപ്പറിലോട്ട് പകർത്തി വെക്കുകയാണ്. അതും ഈ പറയുന്ന പോലെ ഒരു മൈൻഡ് എക്സസൈസാണ്. ആ പേപ്പറിലോട്ട് നമ്മുടെ എല്ലാ നെഗറ്റീവ് തോട്ട്സിനും പേപ്പറിലോട്ട് എഴുതി വെക്കണം, കളയുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെടുത്ത് നമ്മൾ കളഞ്ഞു. അങ്ങനെ ചെയ്യാം. അതേപോലെ ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യാം. നമുക്ക് ഭയങ്കര സ്ട്രെസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വേഗം പോയിട്ട് മൊബൈൽ എടുത്ത് നോണ്ടും. കാരണം ഈ മൈൻഡ് വേറെ എന്തിലെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാൽ ഇതാവുമല്ലോ. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് തോട്ടിനെ നമ്മൾ പുറത്തും കളയുന്നില്ല, അതിനെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉള്ളിൽ നിന്ന് വെച്ച് ഹീൽ ചെയ്യുന്നുണ്ടോ, ഉള്ളിൽ വെച്ച് ഹീൽ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യും, അതിൻ്റെ മേലെ പുട്ടിയിട്ടിട്ട് വേറെ കുറേ സാധനങ്ങൾ അതിൻ്റെ മേലെ അടുക്കി വയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ പകരം എന്ത് ചെയ്യുക, എമോഷണൽ, അതായത് ഡിജിറ്റൽ ഡീടോക്സ് ചെയ്തിട്ട് എമോഷണലി നമ്മുടെ മൈൻഡിനെ ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജോയ് സ്റ്റേറ്റ് എന്ന് പറയാം, നമ്മുടെ കുഞ്ഞു മക്കളുടെ ഒരു മാനസികാവസ്ഥയിലോട്ട് നമുക്ക് മാറിയിരിക്കാം. 60 വയസ്സായ ഉമ്മയാണെങ്കിലും ഒരു ക്രയോൺസിൻ്റെ പേപ്പറിൽ നമുക്ക് ഒരു ബുക്കും ക്രയോൺസ് എടുത്തിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. ഒരേ സമയം ഒരൊറ്റ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പണികൾ നിങ്ങൾക്ക് ചെയ്തിട്ട് ഒരു ഹാപ്പി മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ പാടടങ്ങിയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ റബ്ബത്തുൽ ബൈത്തിൻ്റെ അന്നിസയുടെ റബ്ബത്തുൽ ബൈത്ത് എന്ന് പറയുന്ന പ്രോഗ്രാം ഉള്ളത്. ആൻഡ് ഇതൊക്കെയാണ് നമ്മളതിൽ എന്താ പറയുക, മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള കോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഉണ്ട്, പിന്നെ നസീഹത്ത് ഉണ്ട്, ഈ പറയുന്ന പോലെ തെറാപ്പികൾ ഇൻക്ലൂഡിങ് ആണ്, പിന്നെ ലൈവായിട്ടുള്ള മെഡിറ്റേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, കാരണം ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫാമിലി കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ പാരൻസ് കുട്ടികളുടെ അടുത്ത് ചൈൽഡ് കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ കുട്ടികൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. ഡിപ്രഷൻ ആങ്സൈറ്റി മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ പോകാറുള്ളത്. ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ സെഷൻസ് അല്ലെങ്കിൽ തെറാപ്പി സെഷൻസിൽ ഫോർഗീവ്നെസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അൽഹംദുലില്ലാ കുറച്ചൊക്കെ റിസൾട്ട് കാണുന്നുണ്ട്. കുറച്ച് പേഴ്സണൽ മെസ്സേജസ് എനിക്ക് നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ചൊരവസ്ഥയിലോട്ട് ഈ മാസം എൻ്റെ ആകുമ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ആളുകൾ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ മോണിറ്റർ ചെയ്യലാണ് നിലവിൽ എൻ്റെ പണി. അപ്പോൾ അൽഹംദുലില്ലാ സുബഹിക്ക് എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സുബഹിക്ക് എണീച്ച് തുടങ്ങി, ഇപ്പോൾ തഹജ്ജുദ് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ തുടങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ലൈഫ് തന്നെ മാറി മറിയാൻ പോകുന്ന എല്ലാ അർത്ഥത്തിലും, ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും റിലേഷൻഷിപ്പ് റിലേറ്റഡായിട്ടും എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പ്രാപ്തയായിട്ടുള്ള ആളുകളായിട്ട് നിങ്ങളൊക്കെ മാറണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. നമ്മൾ ഓരോ ദിവസം ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് അവയർനെസ് തരണം എന്നുണ്ടായിരുന്നു. അതെൻ്റെ ക്ലാസ് ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും പോയിന്റ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് മനസ്സിലാവാതെ വിട്ടുപോയതുണ്ടോ? ഓഡിയോ ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ആരും ഒന്നും മിണ്ടുന്നുമില്ല. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഷൈമയ്ക്ക് എന്നും മെഡിറ്റേഷൻ ചെയ്യുന്നതല്ലേ? അറിയാമായിരുന്നോ മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന്? അറിയായിരുന്നു. ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മാഷാ അല്ലാ. റിപ്പീറ്റ് ആയപ്പോൾ ബോറടിച്ചടാ? ഇല്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. മാഷാ അല്ലാ. കുറച്ചും അല്ല, കൂടി നമ്മൾ കൂടുതൽ പറഞ്ഞു. ചെയ്യാൻ പോവല്ലേ, നിങ്ങൾ അനുഭവിച്ചറിയട്ടെ എന്നാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ കുറച്ചും കൂടെ പറയൂ. ഇത് എപ്പോഴാ വേറെ ക്ലാസ്സുകളൊന്നും ഇതിൽ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇന്നാണ് ഞാൻ ലിങ്ക് കണ്ടത്.
അല്ല, അന്നിസ്വ എന്ന് പറയുന്ന നമുക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അത് പെയ്ഡ് ഗ്രൂപ്പാണ്. മാസം 500 രൂപ ഫീസ് വരുന്നുണ്ട്. ഇൻഷാല്ല ഫീസ് അടക്കാം. നിങ്ങളൊന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സ്വാലിഹയിൽ മെസ്സേജ് ഇട്ടാലും മതി. സ്വാലിഹ അഡ്മിൻ ഓൺലി പോകുന്നുണ്ട്. പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി, ഇൻഷാല്ല ഞാൻ ആഡ് ചെയ്യാം. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന്. ആണോ? അയച്ചിട്ടുണ്ടോ? ഇത് കഴിഞ്ഞിട്ടൊന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യാവേ. ഓക്കെ. ഇപ്പം നമ്മുടെ അന്വേഷണത്തിലുള്ള ആൾക്കാർ വേറെ ഉണ്ട്, കുറച്ച് ആൾക്കാർ. ഷൈമൊക്കെ ജേണൽ കറക്റ്റായിട്ട് അയക്കുന്ന ആൾക്കാരാണ്. ബാക്കി എല്ലാവരും ഓക്കെ അല്ലേ? അവരുടെ അടുത്ത് ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കേൾക്കാം കേട്ടോ. മറ്റേ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുള്ള മുന്നത്തേലും വെച്ചിട്ട് കുറച്ച് ക്ലാസ്സുകളെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ നേരെ ചൊവ്വേ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയിട്ട്. ട്രാക്ക് കയറിയിട്ടൊക്കെ ഇവർ കുറച്ച് ദിവസമായിട്ടുള്ളൂ, കുറേ ബ്രേക്ക് എടുക്കലും ഒക്കെ ആയിട്ട്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് അറിയുന്ന കാര്യങ്ങൾ, അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. ഷെയ്മ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോടാ, കുറച്ചധികം ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും മോള്. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്താ പറയാ, ഒരു ബിസി ലൈഫിൽ നിന്ന് മാറി ഒരു സമാധാനപരമായ ഒരു ലൈഫിലേക്ക് പോയത്. എല്ലാം നല്ല ഒരു സ്ട്രെസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേറെ ആരാ? ഖദീജത്ത് ഉണ്ട് അല്ലേ? ഖദീജത്ത, നിങ്ങൾ ചെയ്യണല്ലേ മെഡിറ്റേഷൻ? നമ്മുടെ ക്ലാസ്സുകൾ അവര് മ്യൂട്ടാണ് തോന്നുന്നുണ്ട്. ഓക്കെ, ലൈവായിട്ട് കാണിച്ചു കൊടുക്കാണോ നിങ്ങൾ ചെയ്യുന്നത്? നമ്മളെ ലൈവായിട്ട് ചെയ്യിപ്പിക്കും. എത്ര മണിക്ക്? രാവിലെ 7:30ക്ക്. ഒന്നല്ലെങ്കിൽ രാവിലെ 7:30ക്കായിരിക്കും, അല്ലെങ്കിൽ രാത്രി 8:30ക്കായിരിക്കും. പക്ഷെ നിങ്ങൾ ഡെയിലി 2 നേരം ചെയ്യും. അതായത് ഒരു നേരമാണ് നമ്മൾ ലൈവിൽ വന്ന് ചെയ്യിപ്പിക്കുക, അടുത്ത നേരം നിങ്ങൾ തനിയെ ചെയ്യും. ഇൻഷാല്ലാ അതൊക്കെ ചെയ്യാം. അങ്ങനെ കുറെ. അത് മാത്രമല്ല, നമ്മളെല്ലാം പാടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ പിള്ളേരെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാല്ലാ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനിയിപ്പം കോഴ്സിൽ ജോയിൻ ആയാലും ജോയിൻ ആയില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുകൊണ്ടു മെല്ലെ മെല്ലെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. വഅലൈക്കും അസ്സലാം.